ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് സലാല സീക്ക് റോഡ് വഴിയാണേ. അപ്പോൾ നമ്മളിന്ന് സീക്ക് റോഡ് വഴി പോയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്. ഖരീഫ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ്. ഖരീഫ് തുടങ്ങിക്കഴിയാൻ നമുക്ക് സീക്ക് റോഡ് വഴി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ വെള്ളവും ഒക്കെ ഒഴുകുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മഴയായിരിക്കും. അപ്പോൾ നമ്മൾ ഖരീഫ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഏകദേശം ഒരു സീക്ക് റോഡിലൊക്കെ മരങ്ങളെല്ലാം നല്ല ഇലയൊക്കെ പിടിച്ച് തളിർത്ത് പച്ച കളറായി വരുന്നതേ ഉള്ളേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, നമ്മളിവിടെ ഇറങ്ങാൻ കാരണം നമുക്ക് ഇവിടുന്ന് കുറച്ച് വിറക് കുടിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ ഒരു തേനീച്ച കൃഷി കാണിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ കൂടെ ഐമനം രാജേഷുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ തേനീച്ച ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് വിറക് കുടിക്കണം. എന്നിട്ട് നമുക്ക് വണ്ടിയെ കയറി പോകാം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് വരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ സീക്ക് റോഡിലെ തേനീച്ച കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആളുകളാരുമില്ല. ഇവിടെ ഒരു ഗ്രില്ല് പോലെ ഒരു വേലി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഈ തേനീച്ച കൃഷി നടത്തുന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് ഇത് നോക്കും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. തേനാകുമ്പോൾ അവർ വന്ന് ഈ കൂടോടെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് സാധാരണ. അപ്പോൾ നമ്മൾ തേനീച്ച നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ തേനീച്ചയുണ്ട്. ഈ കൂടിനകത്തെല്ലാം തേനീച്ചയുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാട്ടിനകത്തൊക്കെ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. ഈ മരത്തിലൊക്കെ ചെറിയ പൂവൊക്കെ ഉള്ള മരങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള തേൻ സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ തേനീച്ച കൊണ്ട് വെച്ചിരിക്കുന്നത്. ഈ റോഡെന്ന് പറയുന്നത് സലാലിൽ നിന്ന് തുമറയത്തിനും പോകുന്ന വഴിക്കുള്ള സീക്ക് റോഡാണ്, കാട്ടിക്കുള്ള റോഡാണിത്. അപ്പം വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്നൊരു റൂട്ടാണിത്. കുറച്ച് റിസ്കി ആയിട്ടുള്ള റൂട്ടാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഖരീഫ് തുടങ്ങിയ. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് വിറകൊക്കെ ഓടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നാടൻ രീതിയിൽ വിറകടുപ്പിൽ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിന്ന് വിറക് ഇവിടുന്ന് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഇവിടെ ആവശ്യത്തിന് വിറകുണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ സുധികളിന് അവിടെ നടന്ന് വിറകൊക്കെ പിറകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒമാനീസൊക്കെ റോഡ് സൈഡിൽ കൂടെ ഒക്കെ വരുന്ന സമയത്ത് അവരുടെ ഒരു ചായയുണ്ട്. അപ്പോൾ ചായയൊക്കെ ഇട്ട് കുടിക്കാനും ചെറിയ രീതിയിൽ വല്ല ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ അടുപ്പൊക്കെ കൂട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിറകൊക്കെ കിട്ടി നമുക്ക്. കൂടാതെ നമ്മളിവിടെ ഇരുന്ന് ഉണക്കക്കമ്പൊക്കെ കുത്തി ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിറകൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മുടെ സ്പെഷ്യൽ കുക്കിംഗ് ആണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കുക്കിംഗ് ഐറ്റമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ലുലുവിലൊക്കെ കയറി നമുക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീന, മത്തി ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം മത്തി ലുലുവിൽ വെട്ടിത്തരില്ല. അത് കാരണം നമ്മൾ മത്തി മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് രണ്ടും റെഡിയാക്കിയിട്ട് വേണം നമുക്ക് അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ട അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് സുധികളതിന് അടുപ്പ് കത്തിക്കുന്നുണ്ട്. അപ്പോൾ വിറകടുപ്പിലാണ് ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കണം. നമുക്ക് ആദ്യമായിട്ട് മത്തി ഒന്ന് വെട്ടിയെല്ലാം വൃത്തിയാക്കണം. നമ്മൾ ഏകദേശം 1 കിലോ മത്തി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മത്തിയെല്ലാം നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കണം. നല്ലപോലെ വെട്ടി വൃത്തിയാക്കി വാഷ് ചെയ്ത് മത്തി വെട്ടാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. മത്തി ആയതുകൊണ്ട് ചെറിയ മീനായത് കാരണം പെട്ടെന്ന് വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ ചെമ്മീൻ നമുക്ക് വൃത്തിയാക്കുന്നതിന് പാടില്ല. അപ്പോൾ സുധികളെ നമ്മളിന്ന് ഒരു കറിച്ചട്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കറിച്ചട്ടിക്കകത്ത് നമ്മൾ അരി വെക്കാൻ പോകും. അപ്പോൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ജോലി സുധികളേനാണ്. അപ്പോൾ സുധികളേനെ അടുപ്പൊക്കെ കത്തിച്ച് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ചട്ടിക്കകത്ത് തന്നെ വേണം മീൻ കറി വെക്കാൻ. അപ്പോൾ ആദ്യം അരി വേവിച്ച് എടുത്തിട്ട് വേണം നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ ചട്ടിക്കകത്ത് ആദ്യമായിട്ടാണ് ഇന്ന് ചോറ് വെക്കാൻ പോകുന്നത് കേട്ടോ. ചട്ടിച്ചോറ് ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മളിന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സുധിയുടെ ഞാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമ്മൾ വെള്ളമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ വാഷ് ചെയ്യാൻ ആവശ്യമായ വെള്ളമൊക്കെ കൊണ്ടുവന്നത്. ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മുടെ മൊബൈലിനകത്തുള്ള ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ വന്ന സ്ഥലത്ത് വെട്ടമില്ല. നമ്മുടെ കയ്യിലും പ്രത്യേകിച്ച് വെട്ടമൊന്നുമില്ല. മൊബൈലല്ലാതെ പ്രത്യേകിച്ച് വെട്ടമൊന്നുമില്ല. അപ്പോൾ വൃത്തിയാക്കി വെച്ച അരി ഏകദേശം വെന്തിട്ടുണ്ട്.
ഒരു 10-20 മിനിറ്റ് എടുത്ത് നമ്മളത് വേവിക്കാൻ വേണ്ടി. വിറക് പിന്നെ നല്ല ഉണങ്ങിയ വിറകാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ട് വിറക് ഒരു പ്രാവശ്യം കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ കത്തി കിട്ടും. പിന്നെ നമ്മൾ ഇത് കത്തിക്കാൻ നടക്കേണ്ട ആവശ്യമില്ല, വിറക് വെച്ച് കൊടുത്താൽ മതി, നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഇങ്ങനെയുള്ള പച്ചമുളക് ഐറ്റംസ് എല്ലാം സുതികളരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചോറ് എല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ചോറ് റെഡിയായതിന് ശേഷം നമ്മൾ ചോറ് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ചട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ മീൻ കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുക്കിംഗ് ഓയിലാണ്, നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുധിയളിയൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുക്കിംഗ് ചെയ്യുന്നെങ്കിലും സുധിയളിയൻ പറയുന്ന രീതിയിലാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തീയും പുകയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ ഈ അടുപ്പിൽ കുക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ അടുപ്പിൽ കുക്ക് ചെയ്യുന്ന അമ്മമാരെല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. കാരണം പഴയ ആൾക്കാരൊക്കെ ശരിക്കും പുകയും ചൂടുമൊക്കെ അനുഭവിച്ചാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം സവാളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തീയുണ്ട്. പക്ഷേ നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ്റുള്ളത് കാരണം പുകയടിച്ച് കണ്ണിലെല്ലാം കയറുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ പുറത്ത് പോയി വിറകടുപ്പിലൊന്ന് കുക്ക് ചെയ്യണമെന്നുള്ള. എല്ലാവരും നമ്മൾ പുതിയ തലമുറയെല്ലാം ഗ്യാസിലല്ലേ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ണിലെനിക്ക് നല്ലപോലെ പുക കയറി കേട്ടോ. കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട് പുക കയറിയിട്ട്. അപ്പോൾ സുതികളെ നമുക്ക് വേണ്ട ഇഞ്ചി അത് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സവാളയൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സുധികളിനത് എല്ലാ സ്പീഡിൽ ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ അയ്മനൻ രാജേഷ് ഉണ്ട്. അയ്മനൻ രാജേഷാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അയ്മനൻ രാജേഷ് സൈഡിൽ നിന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നിന്ന് പുക കൊള്ളുന്നു, അയ്മനൻ രാജേഷ് പുക കൊള്ളാതെ മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തെടുത്തത് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സവാള പച്ചമുളകും ഒക്കെ വെന്ത് വന്നതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തു. ഇനി കറിവേപ്പില നമ്മൾ കുറച്ച് മീൻ കറിയൊക്കെ ആയതാണ് നമ്മൾ നാടൻ കറിവേപ്പിലയാണ്, ഇവിടുത്തെ നാടൻ കറിവേപ്പില നമുക്ക് കിട്ടി. അത് കാരണം നമ്മൾ കറിവേപ്പില ഇച്ചിരി തോനെയിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അടുത്ത മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ മുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അടുത്തത് ഇനി നമുക്ക് മുളക് പൊടിയുടെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരപ്പ് നല്ലപോലെ എണ്ണയ്ക്കകത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. എണ്ണയ്ക്കകത്ത് നല്ലപോലെ മൂപ്പിച്ച ആ ഒരു റെഡ് കളർ നല്ലപോലെ വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് പുളി ആഡ് ചെയ്ത് കൊടുത്തു. ഇത് വടക്കംപുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വടക്കംപുളി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ കുടംപുളി എന്നും പറയും, ചിലർ വടക്കംപുളി എന്ന് പറയും. നമ്മൾ ആ പുളിയാണ് സാധാരണ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പുളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് നല്ലപോലെ എണ്ണയ്ക്കകത്ത് വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മസാലയെല്ലാം നല്ലപോലെ ലയിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ അരപ്പൊന്ന് നല്ലപോലെ തിളയ്ക്കണം. അരപ്പ് തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാൻ. മത്തിക്കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം മത്തി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ പുളിയുടെയൊക്കെ പുളി നല്ലപോലെ തിളച്ച് ആ പുളിരസമൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് മത്തി ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സുതികളെ മത്തി ഇട്ട് കൊടുക്കുകയാണ്. മത്തി ഏകദേശം ഒരു ചട്ടി നിറച്ച് കറി ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു ചട്ടി നിറഞ്ഞു. ഗ്രേവിയും മത്തിയും കൂടെ ആയപ്പോൾ തന്നെ ഒരു ചട്ടി മീൻ കറി ഉണ്ട്. 1 കിലോ മത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം
നല്ലപോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല മത്തിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മത്തി നമ്മൾ പിന്നെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ മത്തിയെല്ലാം നല്ലപോലെ വെന്ത് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്തിക്കറി മാറ്റി വയ്ക്കുകയാണ്. മത്തിക്കറി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കൊഞ്ച് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിളച്ച എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിനകത്ത് സവാള ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ സവാള ഏകദേശം ഒന്ന് ഹാഫ് വാടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇനി ഒന്ന് നല്ലപോലെ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് എണ്ണ ഒഴിച്ച് കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിച്ച് മസാല ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. മസാല മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ചെമ്മീനിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നല്ലപോലെ അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. എണ്ണയ്ക്കകത്ത് മൂത്ത് വരണം. എണ്ണയ്ക്കകത്ത് നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് ഒരു തക്കാളി ചെറിയ പീസാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി വേണ്ടവർക്കിടാം, ഇല്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട. നമ്മൾ വലിയ ചെമ്മീനായത് കാരണം ചെമ്മീൻ 2 പീസാക്കി കേട്ടോ. വലിയ ചെമ്മീനായതുകൊണ്ട് 2 പീസാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ചെമ്മീൻ 1/2 കിലോ ചെമ്മീനാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 കിലോ മത്തിയും 1/2 കിലോ ചെമ്മീനുമാണ് നമ്മൾ മേടിച്ചത്. അപ്പം ചെമ്മീൻ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ചെമ്മീൻ നമ്മൾ അധികം വേവൊന്നുമില്ല, കുറച്ച് സമയം മതി. ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചെമ്മീനൊക്കെ വേഗം. കാരണം നമ്മൾ മസാല എല്ലാം ഓൾറെഡി വെന്തതാണ്. പിന്നെ നമ്മൾ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തിറങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് മത്തി വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല റെഡിയാക്കുകയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൊടുത്തിട്ട് നമ്മൾ മത്തിയെ നല്ലപോലെ മസാല പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് റെഡിയായതിനു ശേഷം നമ്മൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ മത്തി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മത്തി കറി വെച്ചതിൻ്റെ ബാലൻസ് നമ്മൾ ചട്ടി നിറഞ്ഞത് കാരണം നമ്മൾ കുറച്ച് മത്തി ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനിടയ്ക്ക് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യേണ്ട ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. നമ്മൾ ചെമ്മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി ചെമ്മീനാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ. സുധികളിന് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സുധികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സുധികളെ ഒന്ന് കഴിച്ചു നോക്കിയേ. സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുധികളേൻ്റെ റെസിപ്പിയിലാണ് നമ്മളെല്ലാം കുക്ക് ചെയ്തത്. ഞാൻ കുക്ക് ചെയ്തെങ്കിലും റെസിപ്പി സുധികളേൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിതെല്ലാം വാഴയില ഉപയോഗിച്ചാണ് കേട്ടോ. നമ്മളെല്ലാം കുക്ക് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ വാഴയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വാഴയിലക്കകത്താണ് നമ്മളിതെല്ലാം ഇട്ടത്. അപ്പോൾ മത്തി ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക്. മത്തി നമ്മുടെ നാട്ടിലെ മത്തിയേക്കാൾ നല്ല ടേസ്റ്റുള്ള മത്തിയാണ് കേട്ടോ. ഒമാൻ മത്തി സൂപ്പർ മത്തിയാണ് കേട്ടോ. അടിപൊളി മത്തിയാണ്. അപ്പോൾ നമ്മൾ വലിയൊരു വാഴയില വെട്ടിയിട്ട് ഒരു ചട്ടി ചോറ് വെച്ചത് നമ്മൾ വലിയ വാഴയിലക്കകത്തോട്ട് മൊത്തത്തിലിട്ടു. കറി അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ 4 സൈഡിലായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്നോട് കഴിക്കാൻ പറഞ്ഞു. കാരണം ഞാൻ ആ അടുപ്പിൻ്റെ മുന്നിലിരുന്ന് ചൂടടിച്ച് ഒരു പരുവായി. കണ്ണിലും മൂക്കിലും എല്ലാം വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് പോകേറിയട്ടെ. അപ്പോൾ അത് കാരണം എന്നെക്കൊണ്ട് തന്നെ ആദ്യം അമ്മമാർ ടേസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്. മത്തിക്കറി പൊളിച്ചോട്ടോ. അടിപൊളി മത്തിക്കറിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ മത്തിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ സുധികളിലും മത്തിക്കറി ഒന്ന് കഴിച്ച് നോക്കി ട്രൈ ചെയ്യുകയാണ്. അടിപൊളി സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂപ്പർ മത്തിക്കറിയാണ്. ഞങ്ങൾ ഇതുവരെ
റൂമിലേക്ക് ഉണ്ടാക്കി കഴിച്ചതിനേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു നമ്മൾ ഇപ്രാവശ്യം പുറത്ത് പോയി കഴിച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു. കാരണം അതുപോലെ നമ്മൾ ഈ ചട്ടിക്കകത്ത് കറി വെക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ വിറകടുപ്പിൽ ചെയ്യുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. അയ്മനും രാജേഷും പറഞ്ഞു സൂപ്പർ ആണെന്ന്. അപ്പോൾ നമ്മൾ വന്ന സ്ഥലം ഇതിപ്പം നേരം വെളുത്തിരിക്കുകയാണ്. നമ്മളവിടെ സ്റ്റേ ചെയ്ത് വന്ന സ്ഥലത്ത് അപ്പോൾ രാത്രി ആയത് കാരണം സ്ഥലം കാണിക്കാൻ പറ്റില്ല. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഇതാണ്. നമ്മൾ സീക്ക് റോഡിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് നമ്മളൊരു വലിയൊരു മലയുടെ മണ്ടയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു 5 ഹട്ടുണ്ട്. അതിനകത്തൊരു ഹട്ടിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തത്. കുഴപ്പമില്ല, അത്യാവശ്യം മനോഹരമായൊരു സ്ഥലമാണ്. ഇങ്ങോട്ടുള്ള യാത്രയാണ് അടിപൊളി യാത്ര. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.